സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയുടെ ബാക്കിയായിട്ട് തന്നെയാണ്. അതായത് വയനാട്ടിലെ ചൂരൽമലയിലെ ആ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഭവന നിർമ്മാണ പദ്ധതി, അതിനെ വയനാട് ടൗൺഷിപ്പ് ഉള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു വലിയ സാമ്രാജ്യം എന്ന് നമുക്ക് പറയാം. ഒരു പ്ലോട്ട് തിരിച്ച് കുറച്ച് വീടുകൾ പണിത് കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറം ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. അത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന്റെ സാമ്രാജ്യം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം ആ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഈ ഒരു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും തന്നെ സാധ്യമാവില്ലായിരുന്നു. ഇപ്പോഴും കല്ലിട്ടതെന്ന് പറഞ്ഞുകൊണ്ട്, മണ്ണെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്, വാനമെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രഹസനം നടത്തിക്കൊണ്ടും ഫ്ലെക്സ് വെച്ചുകൊണ്ടൊക്കെ നടക്കത്തേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുക എന്ന് പറയുന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു നല്ലൊരു ഭരണാധികാരി തന്നെയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു പോസ്റ്റ് ഉണ്ട്. അതായത് വയനാട്ടിലേക്ക് ഈ പറയുന്ന ഒരു വീട്ടിലേക്ക് താമസത്തിനായിട്ട് ആളുകൾ വരുന്നതിന് മുൻപ് റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ അവർ പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്ത. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിന് പിണറായി വിജയൻ എന്നൊരു പേര് കേൾക്കുമ്പോൾ വലിയ വിമുഖതയും വലിയ ദേഷ്യവുമൊക്കെയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കടിച്ചു കീറി തിന്നാനായിട്ടുള്ള ദേഷ്യമാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്. അങ്ങനെ പിണറായി വിരുദ്ധത ഇവർ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന വയനാട്ടിലേക്ക്, വയനാട്ടിലെ ആ ദുരന്തബാധിതരുടെ വീടുകളിലേക്ക് ഒരു വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അവരുടെ കുടുംബവും കയറി താമസിക്കുന്നത്. ആ കയറി ചെല്ലുന്ന സമയത്ത് തന്നെയും അവിടെ വരുന്ന എല്ലാ ആളുകളെയും അവർ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെയാണെന്നല്ലേ, അവരുടെ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു കാർഡിൽ പിണറായി വിജയന് നന്ദി, ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നന്ദി, ഇത്രയും നല്ലൊരു വീട് ഞങ്ങൾക്ക് വേണ്ടി സാക്ഷാത്കരിച്ച് തന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിഠായിയൊക്കെ വെച്ചിട്ട് ആ ഒരു കാർഡ് എല്ലാ വരുന്ന ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ, വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തന്നെ, കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് എനിക്ക് പറയുന്നതിനേക്കാൾ ഇഷ്ടം കേരളത്തിൻ്റെ ഏറ്റവും നല്ലൊരു മനുഷ്യത്വമുള്ളൊരു ഒരാൾ എന്നൊക്കെ എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ. അങ്ങനെ മനുഷ്യത്വമുള്ളൊരു മനുഷ്യൻ്റെ ഒരു കോള് വരുന്നു. ആ കോള് വരുന്ന സമയത്ത് അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും, ആ വീട്ടുടമ അടക്കമുള്ള എല്ലാ ആളുകൾക്കും വലിയ സന്തോഷമാണ് ആ ഒരു കോള് വരുമ്പോൾ. അവരെല്ലാവരും ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ കൂടി കണ്ടതാണ് അല്ലേ. അപ്പോൾ ആരാണ് വീട് വെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ ആരുടെ ഒരു കഴിവ് കൊണ്ടാണ് അവർക്ക് ആ വീട് കിട്ടിയതെന്നൊന്നും പറയാതെ ഒരു മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് വാർത്ത അവതരിപ്പിക്കുന്ന ഒരു മാധ്യമ പാപ്പരാസിയെ ഞാൻ നിങ്ങൾക്ക് മുൻപിലൊന്ന് കാണിച്ചു തരാം. റിപ്പോർട്ട് ചാനലിൻ്റെ ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, പുതിയ ആളാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും വീഡിയോ നിങ്ങളത് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. വയനാട് പുനരധിവാസം തന്നെയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച മാതൃകാ ടൗൺഷിപ്പിൽ താമസിക്കാനായി ആദ്യ കുടുംബം നാളെ എത്തുകയാണ്. ചൂരൽമല സ്വദേശി വിജയനും കുടുംബവുമാണ് സോൺ 1-ലെ 38-ാം നമ്പർ വീട്ടിലേക്ക് നാളെ ഗൃഹപ്രവേശന ചടങ്ങുകളോടെ താമസം മാറുന്നത്. ഇത് നമ്മൾ ഒന്നുകൂടെ കേൾക്കണമല്ലോ. വയനാട് പുനരധിവാസം തന്നെയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച മാതൃകാ ടൗൺഷിപ്പിൽ താമസിക്കാനായി ആദ്യ കുടുംബം നാളെ എത്തുകയാണ്. ചൂരൽമല സ്വദേശി വിജയനും കുടുംബവുമാണ് സോൺ 1-ലെ 38-ാം നമ്പർ വീട്ടിലേക്ക് നാളെ ഗൃഹപ്രവേശന ചടങ്ങുകളോടെ താമസം മാറുന്നത്. വീടിന്റെ താക്കോൽ അധികൃതരിൽ നിന്ന് കുടുംബം ഏറ്റുവാങ്ങി കഴിഞ്ഞു. ദീപമോഹനൻ തയ്യാറാക്കിയ ആര് വീട് വെച്ച് കൊടുത്താലും ആ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ഈ പറയുന്ന വയനാട്ടിലെ പുനരധിവാസ മേഖലയിലെ ജനങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത തുടങ്ങിയിരുന്നത്. ഇപ്പം ഞാൻ ഈ പ്ലേ ചെയ്തിരിക്കുന്നതിൽ അതുണ്ടോയെന്നാണ് ഞാൻ വീണ്ടും നോക്കിയത്, കാണാനില്ല. ആര് വെച്ച് കൊടുത്താലും ഈ പിന്നീട് വരുന്ന കണ്ടിന്യൂ ചെയ്തു പോകുന്ന റിപ്പോർട്ടുകളിൽ ഒന്നിലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്താണ് ഇത് സാക്ഷാത്കരിച്ചതെന്നൊന്നും ഇവർ പറയുന്നില്ല. ശരിക്കും ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്? ഇവരുടെ കണ്ണുകളിൽ കാണുന്നത് മുഴുവനും പിണറായി വിരുദ്ധതയാണ്. മാധ്യമങ്ങൾ ഇവരുടെ TRP വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടും ഇവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും കാണിച്ചു കൂട്ടുന്ന പോറാട്ട് നാടകങ്ങളും വൃത്തികേടുകളും ചെറ്റത്തരങ്ങളും ഒക്കെയാണ് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. ആ വീടുകളിലേക്ക്, വയനാട്ടിലെ പുനരധിവാസ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയിരിക്കുന്ന വീട്ടിലേക്ക് അവരെല്ലാ ആളുകളും വരുമ്പോൾ അവരുടെ സ്നേഹവും സന്തോഷവും എല്ലാം അവർ മാധ്യമങ്ങളുടെ മുൻപിൽ പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആരാണ് വീട് വെച്ച് കൊടുത്തതെന്ന് ആരും പറയുന്നില്ല. എല്ലാവർക്കും ആവശ്യം വീടായിരുന്നു. ആ വീടെന്ന് പറയുന്ന ഒരു കാര്യം അത് ഇടതുപക്ഷ സർക്കാർ നേടിക്കൊടുക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് അത് സാക്ഷാത്കരിച്ച് കൊടുക്കുകയും ചെയ്തു. നമുക്കെല്ലാം അറിയല്ലേ. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, വയനാട്ടിലെ നന്ദികെട്ട ജനങ്ങൾക്ക് ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്തു കൊടുത്ത കാര്യങ്ങളിലൊന്നും ഒരു നന്ദിയുമില്ല. ഇവരൊക്കെ വെറുതെ ഇങ്ങനെ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ ആളുകളും നന്ദികെട്ടവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അല്ലേ. ആ വയനാട്ടിലെ നല്ല മനുഷ്യരിൽ നല്ലവരായിട്ടുള്ള മനുഷ്യരും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ പറയുന്ന വിജയൻ
വിജയൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും അവരുടെ കുടുംബവും ഒക്കെ. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കിയ ടൗൺഷിപ്പിന്റെ വീടുകളിൽ ഇന്ന് ചില കുടുംബങ്ങൾ ഗൃഹപ്രവേശനം നടത്തി. അവരുമായി ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞു. ഏറെ വേദനയും നഷ്ടങ്ങളും അതിജീവിച്ച ജീവിതങ്ങളിൽ ഇന്ന് പുതിയൊരു തുടക്കത്തിന്റെ സന്തോഷം നിറയുന്നത് അനുഭവിച്ചു. സുരക്ഷിതമായൊരു വീട് എന്നത് വെറും മതിലുകളും മേൽക്കൂരയും മാത്രമല്ല, പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതുജീവനുമാണ്. ആ സന്തോഷത്തിൽ ഹൃദയം നിറഞ്ഞ് പങ്കുചേരുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സഖാവ് അതിൽ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് CMA, അല്ലെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് സഖാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കാര്യത്തിൽ നന്ദികേട് കാണിച്ചവർ വയനാട്ടിലെ ജനങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും സംശയമില്ല. എനിക്കൊരു സംശയമില്ല. നന്ദികേടെന്ന് പറയുന്ന ഒരു സാധനത്തിന് നമുക്ക് വേറെ ആലങ്കാരികമായിട്ടല്ല ഭയങ്കര അലങ്കാരമായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നന്ദികേട് തന്നെയാണ്. എല്ലാം നേടിയെടുത്ത് കൊടുത്തിട്ടും അവർ മാറ്റിക്കുത്തിയതൊരു നന്ദികേട് തന്നെയാണ്. ശരിക്കും 4000 വോട്ടുകൾക്കൊക്കെ മുന്നിൽ നിന്നിരുന്ന സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യനെ 40,000 വോട്ടുകളുടെ അതിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് ശരിക്കും ഒരു നന്ദികേട് തന്നെയല്ലേ? സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്യാത്തതെന്നും ഒക്കെ നമുക്കറിയാം. ആ ഒരു സമയത്തും അവിടെ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പങ്കാളിയായിട്ട് നിന്നിരുന്നത് നമുക്കറിയാം രാജൻ എന്ന് പറയുന്നൊരു മന്ത്രിയും അതേപോലെ തന്നെ റഫീഖ് എന്ന് പറയുന്ന മനുഷ്യനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ മുന്നിൽ കാണാതെ, അല്ലെ ഇവരെ ചെയ്തതിനെ ഒന്നും ഒരു വില കൊടുക്കാതെ ഇവരുടെയൊക്കെ വീടുകളിൽ തൂക്കിയിടുവാനായിട്ട് കലണ്ടറുമായിട്ടൊക്കെ വന്ന ആളുകളെയും പ്രഹസനങ്ങളുമായിട്ടൊക്കെ വന്ന ആളുകളെയും ഒക്കെ വിജയിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. അതിലൊരു തെറ്റും പറയാനില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലെ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് പോലെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ നെറികേടിനും നന്ദികേടിനും നമുക്ക് വേറൊരു പേരും ചേർക്കാൻ പറ്റില്ല. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ പങ്ക് നമ്മൾ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വിഷയങ്ങളിലെന്ന് മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കലി പൂണ്ട് വരുന്ന, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പേര് കേൾക്കുന്നത് തന്നെ ഒരു വലിയ വിമുഖതയുള്ള ഒരു കൂട്ടം ആളുകളുടെ ചാനലുകൾ ഇന്ന് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ ഒരു PR വർക്ക് എന്നാണ് ആർക്കോ വേണ്ടിയിട്ട് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. ഇത് UDF വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് മറ്റെന്തോ ലക്ഷ്യങ്ങളുടെ പേരിലാണ് ഈ പണിയെടുക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചു കൊടുത്തൊരു വീടെന്ന് പറയാൻ പോലും വലിയ വിമുഖതയുള്ളൊരു ടീമാണ് റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്യുന്നത്. അതിൽ അരുൺകുമാറും മാത്തു സജിയും പിന്നെ അസിത സഹീർ എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റ് ഉണ്ട്. ഇവർ വരുമ്പോൾ മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവർ പറയുന്നത്. അല്ലാതെ ഒരൊറ്റ ആളുകൾ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നന്ദികേടിൻ്റെ ഏറ്റവും പ്രതീകം, അല്ലെ നന്ദികേടിൻ്റെ അങ്ങേ അറ്റം എന്നൊക്കെ പറയുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ വയനാട്ടിലെ അന്ന് മുതൽ ഇന്ന് വരെയും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ നന്ദികേടിൻ്റെ എല്ലാം ഒരു മറുപടിയായിട്ട് തന്നെ എന്തൊക്കെ നന്ദികേട് കാണിച്ചാലും ഞങ്ങൾ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചതുകൊണ്ട് അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നേടിത്തരികയാണ്. അല്ലെ അത് ഞങ്ങൾ നേടിത്തരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കർത്തവ്യമായതുകൊണ്ട് ഞങ്ങൾ ചെയ്തു തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മാതൃകയായിട്ട് തന്നെയാണ് പിണറായി വിജയൻ സഖാവും അവരുടെ സംഘവും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തത്. അതിനെന്തായാലും അവർ പ്രശംസ അർഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ ജനങ്ങൾ മാറ്റി പറയുന്നൊരു ദിവസം വരും. അന്നായിരിക്കും അയാളുടെ ഏറ്റവും വലിയ വിജയമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ.